മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ഒരു മകൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ഒരു മകള്, ആ മകൻ ആരായിരുന്നാലും തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് രണ്ടു പേരെയോ അതല്ലെങ്കിൽ രണ്ടിൽ ഒരാളെയോ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളെ ഒരിക്കലും നിങ്ങൾക്ക് പരാജയം സംഭവിച്ചു പോകില്ല. നിങ്ങൾക്കൊരിക്കലും പരാജയം സംഭവിക്കില്ല. സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും നിങ്ങൾക്ക് യാതൊരു പ്രയാസങ്ങളും വരില്ല എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ പരിചയപ്പെടുത്തുകയാ. അതാണ് സൂറത്തു മറിയമിലൂടെ പറയുന്നത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വാക്കാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത നിഅമത്തുകളെ എണ്ണി പറയുമ്പോ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ഈസാ നബിയുടെ വാക്കായിട്ട് അള്ളാഹു തആല ഉദ്ധരിക്കുകയാ. വബർറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ഗുണം ചെയ്യണമെന്ന്, എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഗുണം ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ആ ഉമ്മയ്ക്ക് ഞാൻ ഗുണം ചെയ്യുക മാത്രമല്ല, വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ, ഉമ്മയെ അനുസരിക്കാത്ത അഹങ്കാരിയായ മകനായതിന്റെ പേരിൽ ഈ ലോകത്ത് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പരാജയം സംഭവിച്ചു പോകുന്ന കൂട്ടത്തിൽ എന്നെ അല്ലാഹു ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ പരാജയപ്പെട്ടു പോയിട്ടില്ല, ഞാൻ പരാജയപ്പെട്ടു പോയിട്ടില്ലെന്ന് പഠിപ്പിച്ചതാരാ? റൂഹുൽ അമീൻ, മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം മറിയമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാണല്ലോ ഈസാ നബി അലൈഹിസ്സലാം. മറിയം ബീവി എന്ന പ്രിയപ്പെട്ട മാതാവിനെ പറ്റി അള്ളാഹുവിന്റെ കലാം സംസാരിക്കുന്നത് ഇങ്ങനെയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ ഗുണം ചെയ്തുകൊണ്ട്, എന്റെ പ്രിയപ്പെട്ട മാതാവിനെ ഞാൻ വഴിപ്പെട്ടുകൊണ്ട് എന്റെ അള്ളാഹിനോടുള്ള കടമകള് ഞാൻ പൂർത്തീകരിച്ചിരിക്കുകയാ. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്നെ ഒരു ധിക്കാരിയായ പരാജിതനാക്കിയിട്ടില്ല. കർണാടകയിലെ തോടാറെന്ന് പറയുന്ന ഈ പ്രദേശത്തെ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തി പ്രഭാവത്തിന്റെ പ്രോജ്വലമായ ഉറൂസിന്റെ വേളയിൽ എന്നെ കേൾക്കാൻ വേണ്ടി തടിച്ചുകൂടിയ സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയുകയാണ്, എഴുതി വെച്ചോ പ്രിയപ്പെട്ടവരെ. വാപ്പയുടെ ഉമ്മയുടെ അനുഗ്രഹം നമുക്ക് ലഭ്യമായാൽ, ഉമ്മയുടെ സ്നേഹം നമുക്കുണ്ടായാൽ, ഉമ്മയുടെ പ്രാർത്ഥന നമുക്കുണ്ടായാൽ, വാപ്പയുടെ ലാളന നമുക്കുണ്ടായാൽ, ആ വാപ്പയുടെയും ഉമ്മയുടെയും സ്നേഹലാളനകൾ നമുക്ക് പിന്നാലെ സഞ്ചരിച്ചാൽ ഒരു സ്ഥലത്തും എന്റെ പൊന്നുമോനെ പരാജയപ്പെടില്ല. ഒരു സ്ഥലത്തും നിങ്ങൾ പരാജയപ്പെടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മയോട് ഉപ്പയോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നറിയോ? ഉമ്മയോട് ഉപ്പയോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്? അത് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വാപ്പയും ഉമ്മയും എങ്ങനെയാണോ നമ്മളിൽ സംതൃപ്തരാകുന്നത്, ആ വാപ്പയുടെയും ഉമ്മയുടെയും സംതൃപ്തിയിൽ നമ്മൾ വളർന്നാൽ ഒരു സ്ഥലത്ത് നമ്മൾ പരാജയപ്പെടില്ല. എഴുതി വെച്ചോ. നിങ്ങൾക്ക് ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് നമുക്ക് ചികിത്സിച്ച് മാറ്റാമെന്ന് നമ്മൾ ചിന്തിക്കും. മാനസികമായി എന്തെങ്കിലും പ്രയാസമുണ്ടോ? അത് വേറെ ഏതെങ്കിലും ഒരു റിലാക്സ് നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ടൈം പാസ്, നമ്മുടെ മനസ്സിനെ ഒന്ന് കൺവെർട്ട് ചെയ്ത് നമുക്കൊന്ന് വേറെ ഏതെങ്കിലും രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് സഞ്ചരിപ്പിച്ച് നമുക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് നമുക്ക് വരുത്തി തീർക്കാം. പക്ഷേ സാമ്പത്തികമായി നാം തകരാറിലായി പോകുമെന്നാൽ, സാമ്പത്തികമായി നമ്മൾ തകരാറിലായി പോകുമെന്ന് കേട്ടാൽ ഉമ്മയെ എത്ര വേണോ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാണ്, അല്ലേ? വാപ്പയെ നമ്മൾ എത്ര വേണോ സ്നേഹിക്കാൻ തയ്യാറാണ്. സാമ്പത്തികമായി നമ്മൾ തകർന്നു പോകുമെന്ന് കേട്ടാൽ ഉമ്മയെ നമ്മൾ കൊണ്ടുവന്ന്, ഉപ്പയെ നമ്മൾ കൊണ്ടുവന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്ത് ഇഷ്ടപ്പെട്ട നിലയിൽ അവരെ നല്ല നിലയിൽ നോക്കാൻ നമ്മളൊക്കെ തയ്യാറാവും. കാരണം സാമ്പത്തികമായുള്ള നമ്മുടെ തകരാറ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ശാരീരികവും മാനസികവും സാമ്പത്തികവും ഒക്കെ ഈ മണ്ണിലുള്ള പ്രശ്നമാണെങ്കിൽ ആഖിറത്തിൽ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന വലിയ കഠിനമായ ശിക്ഷ അത് വേറെയാണ്. അതവിടെ നിൽക്കട്ടെ, എല്ലാവർക്കും അറിയാം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട
ഒരു മഹാന്റെ ഉറൂസ് നടക്കുമ്പോ അവരൊക്കെ ഈ നിലയിലെത്തിയത് തസ്ബീഹ് മാലയും ജപമാലയുമായി മുസല്ലയുമായി നടന്നതിന്റെ പേരിൽ മാത്രമാണ് എന്ന് നമ്മൾ ധരിച്ചു പോയാൽ അത് ഒരിക്കലും ശരിയായ ധാരണയല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. അവർ ഈ പറയുന്ന നിലയിൽ അവരുടെ ഉമ്മയോട്, അവരുടെ ഉപ്പയോട്, അവരുടെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും താല്പര്യത്തിന്റെയും ആദരവിന്റെയും അവരുടെ ഒരു പ്രത്യേകമായ ഇടപെടൽ കൊണ്ട് അല്ലാഹു തആല ഉന്നതികളിൽ അവരെ എത്തിക്കുന്നതാണ്. ലോകത്ത് നമുക്കറിയാലോ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാത്തവർ നന്നേ ചുരുക്കമാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളുകൾ അറിയാം, അതിനെ റൺവേയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എത്ര വലിയ ഫ്ലൈറ്റ് ആണെങ്കിലും എത്ര ചെറിയ ഫ്ലൈറ്റ് ആണെങ്കിലും ഒരു ചെറിയ വാഹനം അതിനെ നീക്കി റൺവേയിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ പറ്റുന്ന നിലയിൽ കൊണ്ടുവന്ന് സൗകര്യപ്പെടുത്തിയിട്ട് ആ ചെറിയ വാഹനം പോകും. അങ്ങനെയല്ലേ ഉസ്മാജി? അങ്ങനെയാണ്. 30,000-40,000 അടി മുകളിലൂടെ പറന്നു പോകുന്ന വിമാനങ്ങൾ അതിനെ ഒന്ന് റൺവേയിലേക്ക് ഒന്ന് കൊണ്ടെത്തിക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു വാഹനത്തിന്റെ സഹായം വേണ്ടി വരുന്നു. ഇനി കപ്പൽ യാത്രയാണെങ്കിലും അങ്ങനെ തന്നെ. കപ്പൽ യാത്ര ചെയ്തവർ വളരെ വിരളമായിരിക്കും. ഈ വിനീതൻ ആന്ത്രോത്ത് ദ്വീപടക്കം കപ്പലില് മതപ്രസംഗത്തിനു വേണ്ടി, പ്രഭാഷണത്തിനു വേണ്ടി പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കപ്പൽ അതിന്റെ ചാനലിലൂടെ പോകണമെങ്കിൽ ആദ്യം ആ കപ്പൽ ഒതുക്കി റെഡിയാക്കി ഇട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് അതിന്റെ ആ കടലിലെ ചാനലിലേക്ക് ഒന്ന് ഇറക്കണമെങ്കിൽ ഒരു ചെറിയ വള്ളം ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കണം. ഇതൊക്കെ ലോകം മുഴുവനും അറിയുന്ന കാര്യമല്ലേ? ഇവിടെ ഓട്ട മത്സരം നടത്തുന്ന വിദ്യാർത്ഥികൾ ഒരു വലിയ വര വരച്ചിരിക്കുന്നു. ആ വരയിൽ കാലിന്റെ തള്ളവിരൽ ചേർത്ത് വെച്ച് മത്സരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഒരു കാല് പിന്നിൽ നിന്ന് ഇങ്ങനെ ഊർജം പകർന്നു കൊടുക്കുകയാണ്. അല്ലാതെ രണ്ട് കാലും ചേർന്ന് വെച്ചാൽ പെട്ടെന്ന് ഓടാൻ പറ്റണമെന്നില്ല. ഒരു കാല് ആ ലൈനിൽ ചേർത്ത് വെച്ചാൽ അടുത്ത കാല് ഏതാണോ കാല് ആ കാല് പുറകിൽ നിന്നൊരു ഊർജം പകർന്നു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ എല്ലാത്തിന്റെ പിന്നിലും ഒരു ഹെൽപ്പിന്, അതല്ലെങ്കിൽ ഒരു ഊർജത്തിന്, ഒരു ശക്തിക്ക് കാരണമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നാം എവിടെ എത്തിച്ചേരണമെങ്കിലും ആ എത്തിച്ചേരുന്നതിന്റെ പിന്നിൽ സാമ്പത്തികമായി വലിയ നിലയിലാണെങ്കിലും, ശാരീരികമായി നല്ല ആരോഗ്യദൃഢഗാത്രനും ആകാര സൗഷ്ഠവത്തിന്റെ പേരിലാണെങ്കിലും, മാനസികമായി നല്ല സ്വസ്ഥതയുള്ള ജീവിതമാണെങ്കിലും, ഏതു മേഖലയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ പിന്നിൽ ഒരു വെളുത്ത കരമുണ്ട്. അത് നമ്മുടെ ഭാര്യയല്ല, അത് നമ്മുടെ മക്കളല്ല, അത് നമ്മുടെ സഹോദരങ്ങളല്ല, നമ്മുടെ മാതാപിതാക്കളുടെ ഉള്ളുരുകിയുള്ള ഒരു പ്രാർത്ഥനയാണ്. സാമ്പത്തികമായി അല്പമെങ്കിലും നമുക്ക് ഇപ്പോ പച്ച ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ മാതാപിതാക്കൾ ആരുടെയോ ദുആയാണ്. ഇല്ലെങ്കിൽ എത്ര സമർത്ഥനാണെങ്കിലും, എത്ര വലിയ ഉന്നതനാണെങ്കിലും, എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും, എത്ര ആദർശമുള്ളവനാണെങ്കിലും അവന് എങ്ങും എത്തിച്ചേരാൻ കഴിയില്ല അവന്റെ ഉമ്മയുടെ ഉപ്പയുടെ ദുആ ഇല്ലാതെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കളുടെ ആ ഒരു പൊരുത്തം നമുക്കുണ്ടായിരുന്നാൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോകില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ നാഥനാണ്, നമ്മുടെ അല്ലാഹുവാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും വൃദ്ധസദനങ്ങൾ അടയ്ക്കപ്പെടട്ടെ. ഇനിയെങ്കിലും കൂണുപോലെ മുളച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങൾക്ക് ഒരു അറുതി വരട്ടെ. ഇനിയെങ്കിലും ഉപ്പയും ഉമ്മയും തെരുവിൽ കിടന്ന് പുഴുവരിക്കുന്ന ഒരവസ്ഥയ്ക്ക് ഒരു അറുതി വരട്ടെ. ഇനിയെങ്കിലും ഉപ്പയും ഉമ്മയും നോക്കാനില്ലാതെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ കണ്ടു, പത്രത്തിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടു, ഒരു പിതാവ്, ആ പിതാവ് ഒരു കടത്തിണ്ണയിൽ വന്ന് ഒരു ബോർഡ് വെച്ചിട്ടിരിക്കുകയാണ്. എന്താണ് ആ പിതാവ് എഴുതി വെച്ചിരിക്കുന്നത് എന്നറിയോ? എന്റെ മകൻ എന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി, ഞാൻ ഇനി എങ്ങോട്ടുമില്ല, ആരും എന്നെ വിളിക്കണ്ട, ഞാൻ മരിച്ചുപോയാൽ എന്റെ മരണത്തിന് ഉത്തരവാദി എന്റെ മകനാണ് എന്ന് വേദനയോടെ ഒരു പിതാവിനെ കൊണ്ട് ഒരു ബോർഡ് എഴുതി വെപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു.
വരുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി അതിനൊരു അറിവ് വരുത്തണ്ടേ? കോവിഡ് വന്നാലും, കൊറോണ വന്നാലും, പ്രളയം വന്നാലും, നിപ്പ വന്നാലും, ഓഖി വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും, ഏത് പരീക്ഷണങ്ങൾ വന്നാലും ഈ സമുദായം, ഈ സമൂഹം പഠിക്കില്ല. അവർ ഒരിക്കലും പഠിക്കുമെന്ന് കരുതണ്ട. ഒരിക്കലും അവർ പഠിക്കില്ല. വെള്ളമിറങ്ങും, വീണ്ടും പഴയതിനപ്പുറമാകും. കോവിഡ് മാറും, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതുപോലെ തന്നെ മാസ്കും സാനിറ്റൈസും എന്ന് പറയുന്ന SMS അതൊക്കെ മാറും, വീണ്ടും പഴയതിനപ്പുറം കാലം എത്തിച്ചേരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ വിഷയത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം ഞാൻ പറയുകയാണ്. വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഞാൻ എന്റെ ഉമ്മയോട് ഗുണം ചെയ്യണമെന്ന്, എന്റെ ഉമ്മയ്ക്ക് ഞാൻ സർവ്വതും സമർപ്പിക്കണമെന്ന് എന്റെ റബ്ബിനോട് കൽപ്പിക്കുകയാണ്. എന്റെ ഉമ്മയ്ക്ക് ഞാൻ ഗുണം ചെയ്തത് കൊണ്ട് തന്നെ അള്ളാഹു എന്നെ എങ്ങും പരാജയപ്പെടുത്തിയിട്ടില്ല. അള്ളാഹു നമ്മളെ പരാജയപ്പെടുത്തൂല കൂട്ടരെ, പരാജയപ്പെടുത്തില്ല. ജീവിച്ചിരിക്കുന്ന ഉമ്മയുണ്ടോ, ജീവിച്ചിരിക്കുന്ന വാപ്പയുണ്ടോ? ചെല്ല് പ്രിയപ്പെട്ടവരെ, അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു സ്വർഗവും നമുക്ക് വേണ്ട. അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും നമുക്ക് വേണ്ട. അവരെ വേദനിപ്പിച്ചുകൊണ്ടൊരു കൊട്ടാരവും നമുക്ക് വേണ്ട. ഉമ്മയുടെ ഉപ്പയുടെ സ്നേഹം നമുക്ക് ലഭ്യമായാൽ കൊട്ടാരമില്ല, കുടിലാണെങ്കിൽ പോലും ആ കുടിലിനെ കൊട്ടാരമാക്കാൻ നമുക്ക് കഴിയില്ലേ? അതുകൊണ്ട് ഉമ്മയോട് വാപ്പയോട് നല്ല നിലയിൽ പെരുമാറാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എന്ന് ശ്രമിക്കുമോ, അന്ന് മുതൽ നമ്മൾ വിജയത്തിന്റെ പന്താവില പരാജയപ്പെടില്ല. ഒരു ചെറിയ സംഭവം ഞാനൊരു ചെറിയ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ പറയുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അറിയുമല്ലോ. ഒരു കൊലമുന്തിരി എന്ന് തുടങ്ങുന്ന പാട്ട് എഴുതപ്പെട്ടത് ആരുടെ പേരിലാണോ? മലയാളക്കരയിൽ ഒരു മനോഹരമായ മാപ്പിളപ്പാട്ടുണ്ട്. സഹോദരങ്ങളെ, അധികാരത്തിന്റെ ഏറ്റവും വലിയ ഉന്നതിയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു കൊലം മുന്തിരി കഴിക്കാനുള്ള സൗഭാഗ്യമില്ലാതെ പോയ ഒരു ഭരണാധികാരിയുടെ കഥയാണ്. കർണാടകത്തിന് ഭരണാധികാരികളെ പറ്റി പറയണ്ടല്ലോ, ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികളെ പറ്റി പറയണ്ടല്ലോ. ഒരു നാട് ഭരിക്കുന്ന അമീറായ ഒരു മനുഷ്യന് ഒരു കൊലം മുന്തിരി കഴിക്കണമെന്ന കൊതി വന്നപ്പോ ആ ഒരു കൊലം മുന്തിരി കഴിക്കാൻ തന്റെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ലാതെ, ഒരു ദീനാറില്ലാതെ, ദിർഹമില്ലാതെ പെടാ പാടുപെടുന്ന കഷ്ടപ്പെടുന്ന ഒരു നേതാവ്, ഒരു ഭരണാധികാരി, ഒരു അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് 7 ആൺമക്കളും 7 പെൺമക്കളുമാണ് അല്ലാഹു നൽകിയത്. ഈ 14 മക്കളെയും മരണാസന്നനാകുന്ന സമയത്ത് അടുത്ത് വിളിക്കുകയാ. അടുത്തേക്ക് വിളിക്കുമ്പോ ചരിത്രം രേഖപ്പെടുത്തുന്ന കണ്ണുകൾ നിറഞ്ഞ് കവിയുകയാണത്രേ. മരണക്കിടക്കയിലാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി 14 മക്കളെയും അടുത്തേക്ക് വിളിക്കുകയാ. 7 ആൺമക്കളെയും 7 പെൺമക്കളെയും അല്ലാഹു തആല കൊടുത്തു. അങ്ങനെ 14 മക്കളെയും തന്റെ മരണക്കിടക്കയിൽ അടുത്തേക്ക് വിളിച്ചിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന പിതാവ് ആ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞിരുന്നെന്നറിയോ? ഇന്നീ മാ ഖല്ലഫ്തു ലക്കും മാലാ. പൊന്നുമക്കളെ, ഒരു രൂപ നിങ്ങൾക്ക് ഞാൻ ബാക്കി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ ഒരു രൂപ സമ്പാദിച്ചിട്ടില്ല. മക്കൾക്ക് വേണ്ടി വീട് വെച്ചവരല്ലേ എന്നെ മുമ്പിലിരിക്കുന്നത്. മക്കൾക്ക് വേണ്ടി ബിസിനസ് തുടങ്ങിയവരല്ലേ എന്റെ മുന്നിലിരിക്കുന്നത്. മക്കൾക്ക് വേണ്ടി പുരയിടം വാങ്ങിയിട്ടവരല്ലേ എന്റെ മുന്നിലിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി 14 മക്കളെയും അടുത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട് മരണക്കിടക്കയിൽ പറഞ്ഞിരുന്നെന്നറിയോ? മാ ഖല്ലഫ്തു ലക്കും മാലാ. പൊന്നുമക്കളെ, വാപ്പ നിങ്ങൾക്ക് ഒന്നും സമ്പാദിച്ചിട്ടില്ല. വാപ്പ നിങ്ങൾക്കൊന്നും സമ്പാദിച്ചിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളെ വെറും അനാഥത്വമാക്കിയിട്ട് ഞാൻ പോകുന്നില്ല. ഏകനായ പടച്ചവനെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോവുകയാ. എത്ര നല്ല വാക്കാ
അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രൂപയില്ലാത്ത തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒഴിവാക്കിയിട്ട് പോകാൻ തന്റെ ഒരു രൂപയില്ലാത്ത, ഒരു നയാ പൈസ ഇല്ലാത്ത ഒരു പിതാവ് സക്കറാത്തിന്റെ ഹാലില് 14 മക്കളെയും അടുത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, മാ ഖല്ലഫ്തു ലക്കും അലാ, ഒരു രൂപയും നിങ്ങൾക്ക് ഞാൻ ഇട്ടേച്ചു പോകുന്നില്ല. ഇന്നമാ ഖല്ലഫ്തു ലക്കുമുൽ വാഹിദു, അല്ലാഹു എന്ന ഏകനായ സർവാധിപതിയായ സർവജ്ഞനായ സർവഗുണ സമ്പൂർണനായ സർവേശ്വരനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോവുകയാ. എന്നിട്ടൊരായത്ത് ഓതി കൊടുത്തു. ഏതാണ് ആയത്തെന്നറിയോ? ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സാലിഹീൻ. അല്ലാഹുവിനെ എല്ലാം ഏൽപ്പിക്കുന്ന ആളുകൾക്ക് എന്റെ സംരക്ഷകൻ അല്ലാഹുവാണ്. എന്റെ സംരക്ഷകന് സമ്പത്തല്ല, അധികാരമല്ല. എന്റെ സമ്പത്ത്, എന്റെ എല്ലാം എന്റെ പടച്ചവനാണ്. എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ശ്വാസവും എല്ലാം എന്റെ പടച്ചവനാണ്. എന്റെ ജീവിതവും എന്റെ ജനനവും എന്റെ മരണവും എല്ലാം എന്റെ പടച്ചവനാണ്. ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ്, അവനാണ് പരിശുദ്ധമായ ഗ്രന്ഥമിറക്കിയത് എന്ന് അർത്ഥം വരുന്ന ആയത്തോതിയിട്ട് അവസാനമായത്തിൽ പറയുന്നത് എന്താണ്? വഹുവ യതവല്ല സാലിഹീൻ, സ്വാലിഹീങ്ങളെ അവനെ ഏറ്റെടുക്കുന്നതാ, സ്വാലിഹീങ്ങളായ ആളുകളെ അവനെ ഏറ്റെടുക്കുന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തോതിയിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ 14 മക്കളോട് പറയുകയാണ്, മക്കളെ, വാപ്പ നിങ്ങൾക്ക് ഒരു ദീനാറോ ദിർഹമോ ഒരു കൊട്ടാരമോ കെട്ടിടങ്ങളോ ഒന്നും നിങ്ങൾക്ക് ബാക്കി വെച്ചിട്ടില്ല. ആകെ വാപ്പ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. നിങ്ങൾ വഴിപ്പെടുന്നവരായ പടച്ചവൻ നിങ്ങളെ നോക്കിക്കൊള്ളും. കാരണം അല്ലാഹു പറഞ്ഞത് ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സാലിഹീൻ എന്നാണ്. അവന് സ്വാലിഹീങ്ങളെ ഏറ്റെടുക്കും, ഒരു പ്രശ്നവുമില്ലെന്ന് അല്ലാഹു തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് പൊന്നുമക്കളെ, നിങ്ങൾ സാലിഹീങ്ങളായാൽ അല്ലാഹു നിങ്ങളെ ഏറ്റെടുത്തോളും. പക്ഷേ നിങ്ങൾ പടച്ചവനെ വഴിപ്പെടാത്ത ധിക്കാരികളായ മക്കളായി മാറിയാൽ, നിങ്ങൾ അല്ലാഹനെ വഴിപ്പെടുന്നില്ലെങ്കിൽ പൊന്നുമക്കളെ, എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നിങ്ങളോടൊന്നും തന്നെ പറയാനില്ല. നിങ്ങൾ നന്നായ നിങ്ങൾക്ക് കൊള്ളാമെന്ന വാപ്പയുടെ വസിയത്തുണ്ടല്ലോ, ആ 14 മക്കളും അനുസരിച്ച് സുബ്ഹാനല്ലാഹ് പണ്ഡിതന്മാര് പറയുകയാണ്, വകാന അബ്നാഉഹു മിൻ അഗ്നൽ അഗ്നിയാ. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായി 14 മക്കളും മാറിയെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രത്തിൽ കാണാ. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ഇതാരുടെ കഥയാണ് പറയുന്നത്? എല്ലാ സ്വത്തും കള്ളു കുടിച്ചും പെണ്ണ് പിടിച്ചും പലിശയ്ക്ക് കൊടുത്തും നശിപ്പിച്ചു പോയ ഒരു പിതാവ് തന്റെ മക്കളെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞതല്ല. പിന്നെയോ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സാത്വികമായ ജീവിതം നയിച്ചു പോയ ഒരു സാത്വികനായ പിതാവ് തന്റെ പ്രിയപ്പെട്ട മക്കളെ മരണക്കിടക്കയിൽ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുമക്കളെ, നിങ്ങൾ 14 പേരാ. ഈ 14 പേര് നല്ല നിലയിലാണ് ജീവിക്കുന്നതെങ്കിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വഹുവ യതവല്ല സ്വാലിഹീൻ, നിങ്ങളെ ഏറ്റെടുത്തോളാമെന്ന്. അതുകൊണ്ട് നിങ്ങൾ നല്ല പോലെ ജീവിക്കണേ മക്കളെ എന്ന് മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഒരു പിതാവിന്റെ ഉപദേശം ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട 14 മക്കൾ ആ നാട്ടിലെ കോടീശ്വരന്മാരായി മാറിയെന്ന ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ, സാമ്പത്തികമായി നിങ്ങൾ എങ്ങും പരാജയപ്പെട്ടു പോകില്ല. സാമ്പത്തികമായി എവിടെയും തകർച്ച നിങ്ങൾക്ക് വരില്ല. ഉമ്മ പറയുന്നതനുസരിച്ചാ, വാപ്പ പറയുന്നതനുസരിച്ചാ ഒരു സ്ഥലത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകില്ല. നമ്മൾ ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും നമ്മുടെ വാപ്പയോ നമ്മുടെ ഉമ്മയോ പറയുകയാണ്, മക്കളെ അത് വേണ്ട, അത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ, പ്രായം വന്ന എവർക്കെന്താ ഇങ്ങനെ, പുതുലോകമല്ലേ, പുതിയ ലോകമല്ലേ, ഇവർക്ക് എന്തറിയാമെന്ന് പറഞ്ഞിട്ട് വാപ്പയും ഉമ്മയും അവഗണിച്ചുകൊണ്ട് അതിലേക്ക് നീ ഇറങ്ങിച്ചെന്നാൽ താൽക്കാലികമായി ലാഭങ്ങൾ നിന്നെ തേടിയെത്തിയെന്ന് വരും. പക്ഷേ അവസാന പരാജയത്തിന്റെ പടുകുഴിയിലാണ്. ഇനി അഥവാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയും നിന്റെ ഉപ്പയും പറയുകയാ, പൊന്നുമോനെ നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, ഞങ്ങൾ നിനക്ക് ദുആ ചെയ്യാമെന്ന് വാപ്പയോ ഉമ്മയോ അതിൽ 2 പേരുമോ പറഞ്ഞു കഴിഞ്ഞാൽ, സഹോദരാ, താൽക്കാലികമായി നട്ടങ്ങൾ നിന്നെ തേടി വന്നെങ്കിലും ഒരു നാൾ അല്ലാഹു നിന്നെ പരാജയപ്പെടുത്തില്ല. സാമ്പത്തികമായി നീ ഏറ്റവും വലിയ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിച്ചേരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. വലം യജ്അൽനി ജബ്ബാറൻ
ശഖിയാ. ഒരു ഘട്ടത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോകില്ല. ഉമ്മയുടെയും ഉപ്പയുടെയും ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, നിങ്ങൾ പരിശോധിച്ചു നോക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ മഹാന്മാർ അവരുടെ മഹത്വത്തിന്റെ ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ അതിന്റെ പിന്നിലൊക്കെ ഉമ്മയുടെയും ഉപ്പയുടെയും ദുആയാണ്. അള്ളാഹു ഉമ്മയുടെയും ഉപ്പയുടെയും ദുആകളിൽ നമുക്ക് സ്ഥാനം നൽകട്ടെ. ഉമ്മയുടെയും ഉപ്പയുടെയും പ്രാർത്ഥനകളിൽ നമുക്ക് അള്ളാഹു ഇടം നൽകട്ടെ. ഉറക്കം വരുന്ന ഉറക്കം വരുന്നില്ലല്ലേ? നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും ഉള്ളപ്പോ നമുക്കിതൊന്നും അറിയാൻ പറ്റില്ല. അവരുടെ മരണശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, വിദേശത്ത് നിൽക്കുന്ന മകൻ വരാൻ പോവാൻ ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കോവിഡൊക്കെയാണ്, എന്തായിരുന്നാലും നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരാൻ പോവാൻ. ഈ പ്രതിസന്ധി ഘട്ടത്തിലും പെങ്ങന്മാര് പറയും, ഞങ്ങൾക്ക് മൊബൈലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊള്ളണം എന്ന് അവര് പറയും. ഭാര്യ ഇഷ്ടപ്പെടുന്ന വസ്ത്രം അത് നേരത്തെ കൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടാവും, അത് വാങ്ങിക്കൊണ്ടുവരാൻ പറയും. വാപ്പ വിളിക്കുമ്പോ പറയുന്നത്, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നാ എങ്ങനെയാടാ, തിരിച്ചു പോകാൻ പറ്റിയില്ലെങ്കിലോ? വാപ്പ അങ്ങനെ ആയിരിക്കും പറയുന്നത്. മക്കള് പറയും, ഞങ്ങൾക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്കൂളിലും മദ്രസയിലും ഇപ്പൊ അത് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പറയില്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ അപ്പുറത്തെ കൂട്ടുകാരികൾക്ക് കൊടുക്കാൻ മുട്ടായി കൊണ്ടുവരണം, ഞങ്ങളുടെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് മുട്ടായി കൂട്ടുകാരികൾക്ക് കൊടുക്കാൻ വലിയ താല്പര്യമാണ്. മക്കള് മുട്ടായി ചോദിക്കും, ഭാര്യ ഇഷ്ടപ്പെട്ട വസ്ത്രം ചോദിക്കും, പെങ്ങന്മാര് അവരുടെ വീട്ടു സാധനങ്ങൾ ചോദിക്കും. വാപ്പ നീ തീർത്തു വരികയാണോ, ഇനി എപ്പോഴാ തിരിച്ചു പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴും പ്രിയപ്പെട്ട ഉമ്മ ഗൾഫിൽ നിന്ന് വന്ന ആ മകനോട് ചോദിക്കുന്നത്, മോൻ വല്ലതും കഴിച്ചോ എന്നായിരിക്കും, നീ വല്ലതും കഴിച്ചോ എന്നായിരിക്കും. ആ ഉമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ഈജിപ്തിൽ ഒരു പരീക്ഷ നടന്നു. ഈജിപ്തിൽ ഒരു പരീക്ഷ നടന്നു. ഉമ്മയെ പറ്റി ഒരു വരി ഉത്തരം എഴുതിയ ഒരു കുട്ടിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഒരു പേജ് ഉമ്മയെ പറ്റി എഴുതിയവർക്ക് 2ാം സ്ഥാനം. 2-3 പേജ് എഴുതിയ ആളുകളുണ്ട്, അവർക്കൊക്കെ 2-3 സ്ഥാനമാണ്. പക്ഷേ ഒരൊറ്റ വരി എഴുതിയ ഈജിപ്തിലെ ഒരു ബാലന് 1ാം സമ്മാനം കിട്ടി. ഉമ്മയെ പറ്റി എഴുതാൻ പറഞ്ഞതാണ്. എന്താ എഴുതിയെന്നറിയോ? ആ കുട്ടി എഴുതിയത്, ഉമ്മി മാതത് വമാത മഅഹ കുല്ലു ശൈ. എന്റെ ഉമ്മ മരിച്ചു, ഒപ്പം എല്ലാം മരിച്ചു. ആ കുട്ടി വേറെ ഒന്നും എഴുതിയിട്ടില്ല, ഉമ്മയില്ലാത്ത കുട്ടിയാണ്. ആ കുട്ടി എഴുതി, എന്റെ ഉമ്മ മരിച്ചുപോയി, പക്ഷേ എന്റെ ഉമ്മ മരിച്ചതോടുകൂടി എന്റെ എല്ലാം മരിച്ചുപോയി, ഇനി എനിക്കൊന്നുമില്ല, ലോകം തന്നെ എനിക്കില്ലാതെയായി എന്നെഴുതിയ അനാഥ ബാലന് 1ാം സമ്മാനം കിട്ടിയത് ഉമ്മയ്ക്ക് എത്രയും മഹത്വമുള്ളത് കൊണ്ടാണ്. ആ ഉമ്മയെ നമ്മൾ ഇന്ന് എവിടാണ് ആക്കിയിരിക്കുന്നത്? എവിടെയാ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ നമ്മൾ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ വാപ്പയെ അർഹിക്കുന്ന ആദരവ് നമ്മൾ കൊടുത്തിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾക്കറിയോ, ഉമ്മയോടുള്ള ഉപ്പയോടുള്ള സ്നേഹത്തിന്റെ പാരമ്യത വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ ഒരു നല്ല ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. വേറൊന്നുമല്ല, ഒരു പിതാവ്, ആ പ്രിയപ്പെട്ട പിതാവ് താവൂസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, 4 മക്കളുള്ള ഒരു പിതാവാണ്. ആ പിതാവ് രോഗം ബാധിച്ചു മരിക്കാൻ കിടക്കുന്ന സമയത്ത് 4 മക്കളെ അല്ലാഹു തആല ജീവിതത്തിൽ നൽകി. ആ 4 മക്കളുടെ ഉപ്പ മരിക്കാൻ കിടക്കുകയാണ്. അതിൽ ഒരു മകന് വന്നിട്ട് 3 സഹോദരങ്ങളോടും പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ആങ്ങളമാരോട് 3 ബ്രദേഴ്സിനോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നമ്മുടെ ഉപ്പ
ഞാൻ നിങ്ങളോട് ഒരു ഓഫർ വെക്കുകയാണ്. ഞങ്ങളുടെ ഉപ്പായ മരിക്കുന്നത് വരെ നോക്കാൻ നിങ്ങളാണ് നോക്കുന്നതെങ്കിൽ ഉപ്പയുടെ ഒന്നും എനിക്ക് വേണ്ട, അനന്തരം എനിക്ക് വേണ്ട. അതല്ല, എനിക്ക് മരിക്കുന്നത് വരെ ഉപ്പാനെ നോക്കാനുള്ള അനുവാദം നിങ്ങൾ തന്നാൽ അനന്തര സ്വത്തിൽ നിന്ന് എനിക്കൊരു നയാ പൈസയും വേണ്ട. ഇനി അതല്ല, നിങ്ങൾ ഉപ്പ എനിക്ക് വിട്ടുതരില്ല. നിങ്ങളാണ് ഉപ്പയെ നോക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. പക്ഷെ നിങ്ങൾക്ക് അനന്തര സ്വത്തിൽ നിന്ന് ഒന്നും എടുക്കാൻ പാടില്ല. ആ സ്വത്ത് മുഴുവനും ഞാൻ എടുക്കും, സമ്മതമാണോ എന്ന് ചോദിക്കുന്നു. സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ട് ചോദിച്ചതല്ല, പിന്നെയോ അറിയാം തന്റെ സഹോദരങ്ങൾ അനുവദിക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് അനന്തര സ്വത്തായി ഒന്നും തന്നെ കിട്ടില്ലെന്ന് ബോധ്യം വന്നാൽ അവരെ തന്റെ പ്രിയപ്പെട്ട പിതാവിനെ തിരികെ കൊടുക്കുമെന്നുള്ള സന്തോഷത്തോടെ 4 മക്കളുള്ള പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി മക്കൾ മത്സരത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു മകനോട് ബാക്കിയുള്ള, ആ ഒരു സഹോദരനോട് ബാക്കിയുള്ള 3 സഹോദരങ്ങളും പറഞ്ഞിരുന്നെന്നറിയോ, വാപ്പയെ നീ തന്നെ നോക്കിക്കോ, മരിക്കുന്നത് വരെ വാപ്പയെ നീ തന്നെ നോക്കിക്കോ. പക്ഷേ അനന്തര സ്വത്തിൽ നിന്ന് ഒന്നും തന്നെ നിനക്ക് കിട്ടൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് എന്താ സംഭവിച്ചതെന്നറിയോ, ആ ഒരു സഹോദരൻ പൊന്നുപോലെ വാപ്പയെ നോക്കുകയാണ്. 3 സഹോദരങ്ങൾക്കും അനന്തരം വീതിച്ചു കൊടുത്തു. വാപ്പയെ തന്നാൽ എന്റെ സ്വത്ത് അത് തന്നെയാണ്, എന്റെ സ്വത്ത് എന്റെ വാപ്പ തന്നെയാണ്. മരിക്കുന്നത് വരെ എന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ ഖിദ്മത്തെടുക്കാൻ എനിക്ക് കഴിയുമല്ലോ. അതുകൊണ്ട് വേറൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 3 സഹോദരങ്ങൾക്ക് സ്വത്ത് മുഴുവനും വീതിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു നയാ പൈസ അനന്തര സ്വത്തായി എടുക്കാതെ ആ പ്രിയപ്പെട്ട സഹോദരന് ഉപ്പാനെ നോക്കുകയാ. ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഉപ്പ മരണപ്പെടുകയാണ്. ആ മരണപ്പെട്ടു പോയ ഉപ്പ സമ്പത്തൊന്നും കിട്ടാതെ ആ പ്രിയപ്പെട്ട മകൻ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ മരണപ്പെട്ടതിന് ശേഷം ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ ആ പൊന്നുമോന് സ്വപ്നം കാണുകയാ. സ്വപ്നത്തിൽ ആ പൊന്നുമോനോട് ഉപ്പ പറയുന്നത് എന്തെന്നറിയോ, പൊന്നുമോനെ, എന്നെ നീ നോക്കിയതിന്റെ പേരിൽ, എന്നെ നീ സംരക്ഷിച്ചതിന്റെ പേരിൽ എന്റെ അനന്തരം നിനക്കൊന്നും കിട്ടിയില്ല അല്ലേ? എല്ലാം നിന്റെ സഹോദരങ്ങൾക്ക് നീ കൊടുത്തല്ലോ. അതുകൊണ്ട് പൊന്നുമോനെ, ഒരു 100 ദീനാർ ഇന്ന സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, അത് നീ പോയി എടുക്കണേ പൊന്നുമോനെ, അത് നിനക്കുള്ളതാണ്, അത് നിനക്കുള്ളതാണ്, പോയി എടുത്തോ എന്ന് പ്രിയപ്പെട്ട പിതാവ് സ്വപ്ന ദർശനം നടത്തുകയാ. സുബ്ഹാനല്ലാഹ്. ആ പൊന്നുമോന്റെ ചോദ്യം എന്തെന്നറിയോ, ഉപ്പാ ഫീഹാ ബറകാ, ആ 100 ദീനാറിൽ ബറക്കത്തുണ്ടോ എങ്കിൽ എനിക്ക് മതി, എനിക്ക് ബറക്കത്തുണ്ടെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞു. ആ പ്രിയപ്പെട്ട പിതാവ് സ്വപ്നത്തിലൂടെ പറയുകയാണ്, ലാ ഫീഹാ ബറകാ, അതിൽ ബറക്കത്തൊന്നുമില്ല, വേണമെങ്കിൽ 100 ദീനാറിന്റെ എടുത്തോ. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് വന്ന് തന്റെ പ്രിയപ്പെട്ട ആ പിതാവിന്റെ സ്വപ്നം അറിയിച്ചു കൊടുക്കുകയാ. ആ സമയത്ത് ഭാര്യ, ഒരു സ്ത്രീയുടെ ദൗർബല്യമുണ്ടല്ലോ, ഒരു പെണ്ണിന്റെ ദൗർബല്യമുണ്ടല്ലോ. ആ പെണ്ണ് പറഞ്ഞതെന്തെന്നറിയോ, നമുക്ക് ബറക്കത്തില്ലെങ്കിലും അത് എടുത്തൂടെ, കഷ്ടപ്പാടും വേദനയും പ്രയാസവുമാ നമുക്കുള്ളത്, ആ സ്വത്ത് നമുക്കെടുക്കാം, എന്നിട്ട് നമ്മുടെ കടങ്ങളൊക്കെ തീർക്കാം. ആ സമയത്തും ആ സഹോദരൻ പറഞ്ഞു, ഇല്ല, എന്റെ ഉപ്പ എന്നോട് ബറക്കത്തില്ല എന്ന് പറഞ്ഞ സ്വത്ത് ഞാൻ എടുക്കൂല. സഹോദരങ്ങളെ, പിറ്റേന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ വാപ്പയെ കിനാവ് കാണുകയാ. ആ സമയത്തും വാപ്പ വന്നിട്ട് പൊന്നുമോനോട് സലാം ചൊല്ലി, വാപ്പ മോനോട് വിശേഷങ്ങൾ ചോദിച്ചു. എന്നിട്ട് വാപ്പ മോനോട് പറഞ്ഞു, മോനെ, ഇന്ന സ്ഥലത്ത് 10 ദീനാറുണ്ട്, വേണമെങ്കിൽ എടുത്തോ, ഇന്ന സ്ഥലത്ത് 10 ദീനാറുണ്ട്, നിനക്ക് ആവശ്യമാണെങ്കിൽ എടുത്തുകൊള്ളൂ. ആ സമയത്ത് വാപ്പയോട് മോൻ ചോദിച്ചു, ഫീഹാ ബറകാ, വാപ്പാ അതിൽ ബറക്കത്തുണ്ടോ വാപ്പാ? ആ സമയത്തും വാപ്പ പറഞ്ഞു, ഇല്ല പൊന്നുമോനെ, ലാ, അതിനകത്ത് ബറക്കത്തൊന്നുമില്ല. തലേ ദിവസത്തെ പോലെ ഭാര്യയോട് വിവരം പറഞ്ഞു. ഭാര്യ എപ്പോഴും പറഞ്ഞു, എന്നാ 10 ദീനാറെങ്കിൽ അതെങ്കിലും ആകൂലേ, നമുക്കതെടുക്കാ. ഇല്ല മോളെ, വാപ്പ പറഞ്ഞു ബറക്കത്തില്ലെന്ന്. 3-ാം ദിവസം രാത്രി കിടന്നുറങ്ങുകയാ. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട പിതാവ് വീണ്ടും അതാ സ്വപ്ന ദർശനം നടത്തിയിട്ട് പൊന്നുമോനോട് പറയുന്നു, മോനെ, 1 ദീനാറിന്റെ സ്ഥലത്തിരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്തോ. വാപ്പയോട് മകൻ ചോദിക്കുകയാണ്, വാപ്പാ ഫീഹാ ബറകാ, അതില് ബറക്കത്തുണ്ടോ വാപ്പാ? ആ സമയത്ത് മോനോട് വാപ്പ പറയുകയാണ്, ഉണ്ട്, ഫീഹാ ബറകാ, അതില് ബറക്കത്തുണ്ട്, എടുത്തോ. ചെന്ന് ഭാര്യയോട് പിന്നെ ചോദിക്കാനെന്നില്ല, ആ ദീനാറ് ചെന്ന് എടുക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, എത്രയോ ദിവസങ്ങളായി പട്ടിണിയാണ്. ആ വീടിന് അടുപ്പിന് തീ പുകഞ്ഞിട്ടില്ല, ആ വീട് പട്ടിണിയിലാണ്, പരിവട്ടത്തിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ഭാര്യ 100 ദീനാർ തന്നെന്ന് പറഞ്ഞപ്പോഴും 10 ദീനാർ തന്നെന്ന് പറഞ്ഞപ്പോഴും എടുക്കാൻ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവളുണ്ടല്ലോ, എന്നോടൊപ്പം പട്ടിണി കിടക്കാൻ സന്മനസ്സുള്ളവളാ, എന്നോടൊപ്പം പരീക്ഷണങ്ങളിൽ പതറാതെ പിടിച്ചിരുന്നവളാ. അതുകൊണ്ട് തന്നെ അവൾക്ക് കൂടി കൊടുക്കുന്നതിന് വേണ്ടി ആ 1 ദീനാറും കൊണ്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ 1 ദീനാറിന് 2 മത്സ്യം കിട്ടുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് ഉണ്ടായ കഥ എന്തെന്നറിയോ? വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്റെ പ്രിയപ്പെട്ടവളുടെ കയ്യിൽ ആ 2 മത്സ്യത്തിന്റെ കിറ്റ് കൊടുക്കുകയാ. 1 ദീനാറിന് ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞ 1 ദീനാറിന് വാങ്ങിയ 2 കിറ്റും കൊണ്ടുവന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ അടുക്കളയിൽ ചെന്ന് പാകം ചെയ്യാൻ വേണ്ടി ആ 2 മത്സ്യവും 2 പീസാക്കുമ്പോ അത് 2 കട്ട് ചെയ്യുമ്പോ അതിനകത്ത് ഓരോ മീനിനകത്തും ഓരോ മത്സ്യത്തിനകത്തും ഓരോ മുത്തിരിക്കുകയാ. കാണാ കൗതുകമുള്ള നയനാനന്ദകരമായ പ്രകാശം പൊരിക്കുന്ന ആ 2 മുത്ത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. എന്റെ സഹോദരങ്ങളെ, നാട്ടുകാരെ മുഴുവനും കാണാമെന്നു. ഇത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. വിലമതിക്കാനാകാത്ത 2 മുത്ത സഹോദര ആ നാട് ഭരിക്കുന്ന രാജാവിന്റെ കാതിലെത്തി. രാജാവ് പറഞ്ഞു, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് കാണാൻ വേണ്ടി വന്നപ്പോൾ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ആ 1 മുത്തുമായിട്ട് അദ്ദേഹം പോവുകയാ. തന്റെ പ്രിയപ്പെട്ട വാപ്പ പറഞ്ഞതുപോലെ 1 ദീനാറില് ബറക്കത്തുണ്ടെന്ന് പറഞ്ഞു. ആ ബറക്കത്തുള്ള ദീനാറ് കൊണ്ട് വാങ്ങിയ ആ മത്സ്യത്തിന്റെ ഉദരത്തിനകത്തിരുന്ന പവിഴമുണ്ടല്ലോ, മുത്തുണ്ടല്ലോ, ആ മുത്തുമായിട്ട് കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, ഇത് എനിക്ക് തരുവോ, ഇതെനിക്ക് തരുവോ? 30 ഒട്ടകം ചുമക്കുന്നത്രയും സ്വർണ്ണ ഞാൻ നിങ്ങൾക്ക് തരാ. 30 ഒട്ടകം ചുമക്കുന്ന അത്രയും ഞാൻ സ്വർണം നിങ്ങൾക്ക് തരാ. അങ്ങനെ ആ രാജാവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് കൊണ്ടത് വിൽക്കുകയാണ്. തിരികെ വന്നോ, വീട്ടിൽ ഇനിയുള്ളത് അടുത്ത മത്സ്യത്തിന്റെ ഉദരത്തിനകത്തിരിക്കുന്ന മുത്ത. സഹോദരങ്ങളെ, രാജാവിനെ കണ്ടിട്ടും വല്ലാത്ത സൗന്ദര്യം തോന്നുകയാ. രാജാവിന് ഒരു ആഗ്രഹം കൂടി തോന്നി. എന്താണെന്നറിയോ? സമ്പത്ത് ആവശ്യമുള്ളത് പോലുണ്ടല്ലോ, ആവശ്യത്തിന് സമ്പത്തുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ സമ്പത്ത് മുഴുവനും കൊടുത്താലും ഇനി ആ മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന അവശേഷിക്കുന്ന മുത്തുകൂടി വാങ്ങിയാലോ? ചോദിച്ചു, അതും കൂടി എനിക്ക് തരുവോ? 2ാമത്തതും കൂടി കൊടുക്കുകയാ. അപ്പോൾ എന്താ കൊടുത്തതെന്നറിയോ? ആദ്യം കൊടുത്തപ്പോൾ എന്താണോ രാജാവ് സമ്മാനമായി കൊടുത്തത് അത്രയും അതിന്റെ ഇരട്ടിയും കൂടി കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. വാപ്പയുടെ വാക്ക് കേട്ടതിന്റെ പേരിൽ അല്ല, വാപ്പയ്ക്ക് ഖിദ്മത്ത് എടുത്തതിന്റെ പേരിൽ, വാപ്പ ബറക്കത്തുണ്ടെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സമ്പത്ത് തന്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടി ബറക്കത്തിലൂടെ അല്ലാഹു തആല ഏറ്റവും വലിയ സമ്പന്നതയിലേക്ക് കൊണ്ടെത്തിച്ചു പോയ ഒരു പൊന്നുമോനെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്ന നേരത്ത് തന്റെ വാപ്പാനെ ഖിദ്മത്ത് എടുക്കണമെന്ന ആഗ്രഹമായിരുന്നു പൊന്നുമോനുള്ളത്. ഇന്നത്തെ മക്കൾ പറയുന്നത്, വാപ്പായ ഞാൻ നോക്കിക്കൊള്ളാം, പക്ഷേ സ്വത്ത് മുഴുവനും എനിക്കാണ്. അല്ലെങ്കിൽ നിങ്ങളെ വാപ്പായ നോക്കിക്കോ, സ്വത്ത് നിങ്ങൾ തന്നെ എടുത്തോ. ഇതല്ലേ നമ്മുടെ കാലഘട്ടത്തിലെ മക്കൾ പറയുക. എന്നാൽ ആ മക്കൾ പറഞ്ഞത് അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞത്, വാപ്പായ ഞാൻ നോക്കാ, എനിക്ക് പകരം വേറെ സ്വത്തൊന്നും വേണ്ട, എനിക്ക് വാപ്പായ എനിക്ക് മാത്രം ഖിദ്മത്ത് ചെയ്യാൻ തന്നാൽ ഈ സ്വത്ത് മുഴുവനും നിങ്ങൾക്ക് തരാം, സ്വത്ത് മുഴുവനും നിങ്ങൾക്ക് തരാം, വാപ്പയെ നോക്കുന്ന ജോലി എനിക്ക് തരണം. അവസാനം വിട്ടുകൊടുത്തു. നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറി. ഞാൻ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയും ഉപ്പയും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ഒരു സന്ദർഭത്തിലും നമുക്ക് അല്ലാഹു തആല പരാജയം തരില്ല. ഒരു സ്ഥലത്തും അല്ലാഹു നമ്മളെ പരാജയപ്പെടുത്തില്ല. ഇന്നത്തെ മക്കളുടെ അവസ്ഥ എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളും എന്ന് എനിക്ക് പറയാൻ അറിയില്ല. നമ്മളെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സർവ്വതും സമർപ്പിക്കുന്ന, അവർ ഇഷ്ടപ്പെടുന്ന സാലിഹീങ്ങളായ മക്കളാക്കി അള്ളാഹു നമ്മളെയും മാറ്റട്ടെ. നമ്മൾ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് എങ്ങനെയാണോ ഗുണം ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും അല്ലാഹു തആല നമുക്ക് സന്താനങ്ങളെ തരുന്നത്. നമ്മുടെ വാപ്പായ തല്ലുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മളെ തല്ലുന്ന മക്കളെ അല്ലാഹു സമ്മാനിക്കും. അതിൽ ഒരു സംശയമില്ല. അത് മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല നേരിട്ട് പറഞ്ഞ കാര്യമാണ്. മൂസാ, നീ നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും, നിന്നെ അനുസരിക്കുന്ന മക്കളെ തരും.
നീ നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തില്ലെങ്കിൽ നിന്റെ ആയുസ് ചുരുക്കി തരും. ആ കുറഞ്ഞ ആയുസിൽ നിന്നെ ധിക്കരിക്കുന്ന സന്താനങ്ങളെയും തരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നത്തെ മക്കളുടെ അവസ്ഥ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅതി അലന്നാസി സമാൻ, ഒരു കാലം വരാനുണ്ട്, ഒരു കാലം വരാനുണ്ട്. ഏത് കാലമെന്നറിയോ? ലഅയ്യുറബ്ബി അഹദുകും ജർവ കൽബിന ഖൈറുൽ ലഹു മിൻ അയ്യുറബ്ബി വലദാ. ദൈലമി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതിന്റെ അർത്ഥം ഞാൻ പറയണോ? ഇന്നത്തെ മക്കളുടെ അവസ്ഥ നേരത്തെ പറഞ്ഞത്, വാപ്പായ നോക്കാനുള്ള അവസരം എനിക്ക് തന്നാൽ മതി, സ്വത്തൊക്കെ നിങ്ങൾ എടുത്തോളെ, അല്ലെങ്കിൽ നിങ്ങൾ വാപ്പായ നോക്കിക്കോ, സ്വത്ത് മുഴുവനും ഞാൻ എടുത്തോളാം. അങ്ങനെ പറയുമ്പോൾ മക്കൾ അനുവദിക്കൂലെന്നറിയാം. അതുകൊണ്ട് 3 സഹോദരങ്ങളും കൂടി സ്വത്തെടുത്തിട്ട് വാപ്പായ വിട്ടുകൊടുത്തു. അങ്ങനത്തെ മക്കളുടെ കാലം ഉണ്ടായിരുന്നു. ഇന്നത്തെ മക്കളെ പറ്റി അള്ളാന്റെ റസൂല് പറഞ്ഞു, യഅതി അലന്നാസി സമാൻ, ഒരു കാലം വരാനുണ്ട്. ലഅയ്യുറബ്ബി അഹദുകും ജർവ കൽബി, ഒരു നായക്കുട്ടിയെ വളർത്തുന്നത് ഖൈറുൽ ലഹു, അവന് അഭികാമ്യമാണ്. മിൻ അയ്യുറബ്ബിയ വലദാ, അവന്റെ മക്കളെ വളർത്തുന്നതിനേക്കാൾ നല്ലത് ഒരു നായ്ക്കുട്ടി എടുത്ത് വളർത്തലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നായ്ക്കുട്ടി എന്നല്ലേ ഇവിടെ പറയണം, അല്ലേ? നായുടെ കുഞ്ഞ്, ഒരു നായ്ക്കുഞ്ഞ്. പട്ടി എന്ന് പറയില്ല. ഒരു നായയുടെ കുഞ്ഞിനെ എടുത്ത് വളർത്തലാണ് സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാൾ അഭികാമ്യം എന്ന ഒരു കാലം വരുമെന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയ ഹബീബായ നബി തങ്ങൾ സംസാരിച്ചത്. വീട്ടിൽ കയറ്റാതെ വാപ്പയും ഉമ്മയും പെരുവഴിയിലാക്കുന്ന മക്കളെ വളർത്തുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു നായ? കാരണം നായ വാലാട്ടും, ഈ മക്കളോ ആട്ടി പുറത്താക്കും. അങ്ങനെ ഒരു സന്താനങ്ങളുടെ കാലം വരാനുണ്ട് എന്ന് പറഞ്ഞത് ഈ കാലഘട്ടമാണോ? അങ്ങനെയാണ് നമുക്ക് തോന്നുക. ഇനി അതല്ലെങ്കിൽ ഇനി വരുന്ന കാലമാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നു യുവാക്കളെ, നമ്മുടെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാണ്. നാളൊരു തലമുറ ഇതേ അവസ്ഥയിൽ തന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാതെ ദീനിന് ഉപകരിക്കാത്ത മക്കളായി കഞ്ചാവിന് അടിമപ്പെടുന്ന മക്കളല്ലേ അധികവും. ഇതേ സ്റ്റേറ്റിൽ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സ്റ്റേറ്റിൽ, ജില്ല ഇതല്ലെങ്കിലും ഇതേ സ്റ്റേറ്റിൽ ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച വീട്ടിൽ നിന്ന് വേദിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോ സംഘാടകര് പറഞ്ഞു, വേറെ ഒന്നിനെ പറ്റി പറഞ്ഞില്ലെങ്കിലും പ്രശ്നമല്ല, കഞ്ചാവിനെ പറ്റി പറയണം. കാരണം കഞ്ചാവിന് അടിമപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാര് മുഴുവനും തല തെറിച്ചുപോയി. മഖാം ഉറൂസിന് മുമ്പന്തിയിലാണ്, നമസ്കാരത്തിന് പള്ളിയിൽ സജീവമാണ്, നോമ്പ് തുറയ്ക്കും, അത്താഴം കൊടുക്കാനും ചാരിറ്റികൾക്കുമൊക്കെ മുമ്പന്തിയിലാണ്. പക്ഷേ ആ മക്കൾ അതോടൊപ്പം തന്നെ കഞ്ചാവിനും അടിമയാണ് എന്ന് കേട്ടപ്പോൾ ഈ തലമുറയ്ക്ക് എന്താ സംഭവിച്ചത്? വാളുകൾക്ക് വല്ലതും കുറവുണ്ടോ? ഒരു കുറവുമില്ല. വാളിനെവിടാ കുറവ്? ഇപ്പൊ കോവിഡാനന്തര കാലത്ത് ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടന്നത് കർണാടക സ്റ്റേറ്റില്. അള്ളാഹു നന്നാക്കി തരട്ടെ. എനിക്ക് തോന്നുന്നു കേരളത്തെക്കാൾ കൂടുതൽ ഇപ്പോ ദീനി ആവേശങ്ങളിലും ദീനി ചൈതന്യത്തിലും മുമ്പന്തിയിൽ നമ്മുടെ ഈ കർണാടകയാണ്. പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ ജില്ലയും കുടക് ജില്ലയും അള്ളാഹു താല നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഞാൻ പറയാൻ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ അവരെ ബഹുമാനിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ അവരെ കെയർ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ചെയ്തോളി. ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു മഹാന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, നമ്മളൊക്കെ പറയുന്ന എങ്ങനെയാണ്, എന്താ പറയുന്നത്? 2-3 മക്കളുള്ള ആളാണെങ്കിൽ, 2-3 ബ്രദേഴ്സ് ഉള്ള ആളാണെങ്കിൽ പറയും, ഉമ്മ ഇപ്പം എന്റെ കൂടെ, ഉമ്മ എന്റെ കൂടെയാണ്.
നമ്മൾ പറയുന്നതിൽ വേറെ തെറ്റൊന്നുമില്ല. ഉമ്മപ്പ എന്റെ കൂടെയാണ്. കഴിഞ്ഞ ആഴ്ച അനുജന്റെ കൂടെ ആയിരുന്നു, അതിന് മുമ്പത്തെ ആഴ്ച പെങ്ങളെ കൂടെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. ആ മഹാൻ ഏതോ ഒരു വലിയ ഭീകരമായ തെറ്റ് ചെയ്തവനെ പോലെ ആ മനുഷ്യനെ ശകാരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ പറയരുത്. ഉമ്മ ഇപ്പൊ എന്നോടൊപ്പമാണ് എന്ന ഒരു വാക്ക് നിന്റെ വായിൽ നിന്ന് ഇനി വരരുത്. നീ പറയണം, ഈ ആഴ്ച ഞാൻ ഉമ്മയോടൊപ്പമാണ്, ഞാൻ ഉമ്മയോടൊപ്പമാണ്. കഴിഞ്ഞ ആഴ്ച പെങ്ങൾ ഉമ്മയോടൊപ്പമായിരുന്നു, അതിന് മുമ്പത്തെ ആഴ്ച എന്റെ ബ്രദർ ഉമ്മയോടൊപ്പമായിരുന്നു. ഈ ആഴ്ച അൽഹംദുലില്ലാ ഞാൻ എന്റെ ഉമ്മയോടൊപ്പമാണ്, അല്ലാതെ ഉമ്മ എന്നോടൊപ്പമാണ്, കഴിഞ്ഞ ആഴ്ച ഉമ്മ പെങ്ങളോടൊപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താണ് പാസഞ്ചറിനെ പോലെ, ഒരു വിസിറ്റിംഗ് പ്രൊഫസറെ പോലെ, അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങളെ ഒരു ടൂറിസ്റ്റിനെ പോലെ ഉമ്മ അവിടെ അടുത്ത ആഴ്ച ഇവിടെ. അങ്ങനെയല്ല, നമ്മൾ ഉമ്മയോടൊപ്പമാണ്, നമ്മൾ ഉമ്മയോടൊപ്പമാണ്. എനിക്ക് ആ ഭാഗ്യം കിട്ടിയെന്ന് പറയണമെന്ന മഹാൻ ആ മനുഷ്യനെ തിരുത്തി കൊടുത്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ അത്ഭുതമായി ഒരു ഹദീസ് നിങ്ങളോട് ഞാൻ പറയട്ടെ. കേട്ട ഹദീസാണ്, ഒരുപാട് കേട്ടിട്ടുള്ള ഹദീസാണ്. ഒരുപക്ഷേ മാതാപിതാക്കളുടെ കാര്യം പറയുമ്പോൾ, മാതാവിന്റെ ഗുണങ്ങൾ എണ്ണി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസാണ് അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്. അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് പടച്ചതമ്പുരാന്റെ സ്വർഗ്ഗമെന്ന്, ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗമെന്നുള്ള ഹദീസ് നമ്മൾ കേട്ടവരല്ലേ സഹോദരങ്ങളെ? ഈ ഹദീസ് മനനം ചെയ്യാത്ത ആരായി സദസ്സിലുള്ളത്? ഈ ഹദീസ് കേൾക്കാത്ത ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി ഈ സദസ്സിലുണ്ടോ? ഇല്ല. അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗ്ഗമെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു വെച്ചിരിക്കുന്ന സ്വർഗ്ഗം ആകാശ ലോകങ്ങൾക്കപ്പുറത്തല്ല, മറിച്ച് നമ്മുടെ വീട്ടിനകത്ത് കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് എന്ന അർത്ഥത്തിലല്ല. അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഒരു പെണ്ണിന്റെ കാൽ ചുവട്ടിലടിയിലാണ് എന്ന് പറയുമ്പോ അവന്റെ സ്വർഗ്ഗത്തെ പറ്റി അവൻ തന്നെ അവന്റെ പ്രവാചകന്റെ നാവിലൂടെ പറഞ്ഞതെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തെ പറ്റി വിശദീകരിച്ച് പറഞ്ഞതെന്താണ്? ആ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരമാണ്, ഇന്ന് വരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരമാണ്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത കർണാനന്ദകരമാണ്, ഒരു ഹൃദയത്തിലും ഉദിച്ചിട്ടില്ലാത്ത ഹൃദ്യമാണ്. ഇതാണ് സ്വർഗ്ഗത്തെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത്. ആരാണ് സ്വർഗ്ഗം കണ്ടിട്ടുള്ളത്? ആരാണ് സ്വർഗ്ഗം കണ്ടിട്ടുള്ളത്? നമ്മൾ പറയുമല്ലോ, സ്വർഗ്ഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മൾ ദുആ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇതുവരെ ആരെങ്കിലും ദുആ ചെയ്തോ? പടച്ചവനെ, സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണമെന്ന് ഇല്ല. കാരണം ആരും അങ്ങനെ ദുആ ചെയ്യില്ല. അറിയാം, അങ്ങനെ സ്വർഗ്ഗത്തെ പറ്റി സ്വപ്നം കാണാൻ നമുക്ക് കണ്ണുകൾക്ക് കഴിയില്ല. കാരണം സ്വർഗ്ഗത്തെ പറ്റി നമ്മളെ കണ്ടാൽ നേരം വെളുത്ത് എഴുന്നേക്കണ്ടേ സഹോദരാ. സ്വർഗ്ഗം കണ്ടാ പിന്നെ എഴുന്നേക്കാൻ കഴിയില്ല, നമുക്ക് താങ്ങാൻ പറ്റൂല. അത്ര കരുണാനന്ദകരമാണ്, അത്ര കൗതുകമാണ്, അത്ര പ്രോജ്വല പ്രഭയാ, അത്ര ചാച്ചുല്യതയാണ്, അത്ര നയനാനന്ദ മനോഹരമാണ്. ആ സ്വർഗ്ഗം കണ്ട് മരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് പറയുന്നത്, മരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾക്ക് അല്ലാഹു തആല കഴിവ് കൂട്ടി തരികയാണ്. ഫബസറുകൽ യൗമ ഹദീദ്, ഫബസറുകൽ യൗമ ഹദീദ്. നമ്മുടെ കണ്ണുകൾക്ക് അല്ലാഹു മൂർച്ച കൂട്ടി തരികയാ. ആ സമയത്തെ നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കാണാൻ കഴിയോ? അങ്ങനെ പടച്ചവന്റെ സ്വർഗ്ഗത്തെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഏറ്റവും നയനാനന്ദകരമെന്ന് വിശേഷിപ്പിക്കുമ്പോ, ഒരു കാതും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത കർണാനന്ദകരമെന്ന് വിശേഷിപ്പിക്കുമ്പോ, ഒരു ഹൃദയത്തിലും ഇന്ന് വരെ ഉദിക്കാത്ത ഹൃദ്യമാണെന്ന് വിശദീകരിക്കുമ്പോ, ചുരുക്കത്തിൽ ആ സ്വർഗ്ഗമെന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ലേ? അത്ഭുതമല്ലേ? അതുപോലെ നിന്റെ ഉമ്മയും നിനക്ക് അത്ഭുതമാണ്, നിന്റെ ഉമ്മയും നിന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും നിന്റെ അത്ഭുതമാണ്. ലോകത്തെ ചുരുളഴിയാത്ത സമസ്യയാണ് വാപ്പയും ഉമ്മയും എന്ന അർത്ഥത്തിലാണ് പ്രിയപ്പെട്ടവരെ ചില ഉലമാക്കൾ അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. വേറൊന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ, ഈ ലോകത്ത് ഒന്നേ ഒന്ന് മാത്രമുള്ളതേതാ? ലോകത്ത് ഒന്നേ ഒന്ന് മാത്രമുള്ളതേതാ? ഏതാണ്? രണ്ടാമതൊന്നില്ല. ഒന്ന് മാത്രമുള്ള ഏതാണ്? ലോകത്ത് ഒന്ന് മാത്രമുള്ളത്. പടച്ചോനെ അതും അറിയില്ല. ലോകത്ത് ഒന്ന് മാത്രമുള്ളത് ഏതാ?
അല്ലാഹു. അതിൽ സംശയം എന്താ? അല്ലാഹു ഏകനാണ്. ഖുൽ നബി അങ്ങ് പറയണം ഹുവല്ലാഹു അഹദ്. അല്ലാഹു ഒരുവനാണ്, അവൻ ഏകനാണ്. അല്ലാഹു സ്വമദ്, അവൻ നിരാശ്രയനാണ്, അവൻ ഒന്നിന്റെയും ആവശ്യമില്ല. ഉണ്ടോ? ഈ കോവിഡ് കാലഘട്ടത്തിൽ അറബി കോളേജുകൾ പൂട്ടപ്പെട്ടില്ലേ? യതീംഖാനകൾ പൂട്ടപ്പെട്ടില്ലേ? ബനാത്തുകൾ പൂട്ടപ്പെട്ടില്ലേ? ഹിഫ്ള് കോളേജുകൾ പൂട്ടപ്പെട്ടില്ലേ? ലൈലത്തുൽ ഖദ്റും ഇത്തികാഫും പെരുന്നാളുകളും റമദാനുകളും ഉംറയും ഹജ്ജും മസ്ജിദുൻ നബവിയും മസ്ജിദുൽ ഹറാമും പൂട്ടപ്പെട്ടില്ലേ? എന്നിട്ട് അല്ലാഹുവിന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? ഇതൊന്നും ലോകത്തില്ലായിരുന്നല്ലോ. ദർസ് ഉണ്ടായിരുന്നോ? മദ്രസ ഉണ്ടോ? ഹിഫ്ള് ഉണ്ടോ? ബനാത്ത് ഉണ്ടോ? പള്ളികൾ പൂട്ടിയില്ലേ? പെരുന്നാൾ ഉണ്ടായിരുന്നോ? ഒരു ബലി പെരുന്നാളും ഒരു ചെറിയ പെരുന്നാളും. ഹജ്ജ് തദ്ദേശീയരെ കൊണ്ട് പൂർത്തീകരിച്ചില്ലേ? ഉംറ എല്ലാം നിർത്തലാക്കിയിട്ട് ഇന്നുവരെ വിദേശത്ത് നിന്ന് ഉംറ ചെയ്യാനുള്ള അവസരം മുഴുവനും നിഷേധിക്കപ്പെട്ട് ഇതുവരെയും ആ നിഷേധം മാറിയില്ലല്ലോ. ഇതൊക്കെ ഉണ്ടായിട്ടും അള്ളാഹ്ക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? ഒന്നും ഉണ്ടാവൂല. അല്ലാഹു സ്വമദ്, അവൻ നിരാശ്രയനാണ്. ഇതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. ഇതൊക്കെ നമ്മുടെ വിജയത്തിനും നമ്മുടെ പരലോക വിജയത്തിനും വേണ്ടി അള്ളാഹു തന്നതാണ്. അള്ളാഹു ഏകനാണ്. ബന്ധങ്ങളിൽ ഒന്നേ ഒന്ന് മാത്രമുള്ളത് ഏതാണ്? മക്കള് ഒന്നിലധികം ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? ഉണ്ടാവും. സഹോദരങ്ങൾ ഒന്നിലധികം ഉണ്ടാവൂലേ? ഉണ്ടാവും. ഭാര്യമാർ ഒന്നിലധികം ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? ഉണ്ടാവും. ഭർത്താക്കന്മാർ ഒന്നിലധികം ഉണ്ടാവൂലേ? നിലവിൽ ഒന്നേ ശരീഅത്ത് അനുവദിക്കുന്നുള്ളൂ എങ്കിലും ഭർത്താവ് മരിക്കുകയോ ഭർത്താവ് ഉപേക്ഷിക്കുകയോ ചെയ്താൽ വീണ്ടും അടുത്തൊരു ഭർത്താവ് വരുന്നു. ഫലത്തില് രണ്ടുപേരായില്ലേ ഭർത്താക്കന്മാര്? ആയി. രണ്ട് വാപ്പ ഉണ്ടെന്ന് ആരെങ്കിലും പറയോ? രണ്ട് ഉമ്മ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരാൾക്ക് ഒരു ഗർഭപാത്രത്തിൽ നിന്നല്ലേ പുറത്തു വരാൻ കഴിയൂ? ഒരാൾക്ക് ഒരു പിതാവല്ലേ ഉണ്ടാകാൻ പറ്റൂ? ലോകത്ത് നമ്മൾ പഠിക്കണം എന്റെ സഹോദരങ്ങളെ. അത്ഭുതമാണ് ഉമ്മയും ഉപ്പയും. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത്, അവരെ തള്ളിക്കളയരുത്, അവരെ ഒരിക്കലും നമ്മൾ അകറ്റി നിർത്തരുത്. അവർ നമ്മുടെ സാമ്പത്തിക സ്രോതസ്സാണ്, അവർ നമ്മുടെ മാനസിക ഉല്ലാസമാണ്, അവർ നമ്മുടെ ശാരീരിക ചൈതന്യമാണ്. ഈ ഉമ്മയും ഉപ്പയും എന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയോ അന്ന് നമുക്ക് പരാജയം തുടങ്ങും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.